ഇന്ന് നമുക്ക് സിൽക്ക് സാരീസിൽ സെറിയുടെ വർക്കൊന്നുമില്ലാതെ ത്രെഡ് എംബോസ്ഡ് വർക്കാണ് വന്നിരിക്കുന്നത്. അതിന് കോൺട്രാസ്റ്റ് പല്ലു, ബ്ലൗസ് ആൻഡ് ബോർഡർ വന്നിരിക്കുന്ന സാരീസാണ്. 3950 റേഞ്ചിൽ വന്നിരിക്കുന്ന സിൽക്ക് സാരീസിൻ്റെ കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരീസ് നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് ഉപയോഗിക്കാൻ അങ്ങനെ ഉപയോഗിക്കാം, അല്ലാതെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമുക്ക് ഉടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉടുക്കാൻ പറ്റുന്ന സാരീസാണ് ഇതെല്ലാം. അപ്പോൾ ഇതിൻ്റെ ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് വന്നിരിക്കുന്ന കളക്ഷൻസ് ഏതൊക്കെയാണെന്ന്. അടുത്ത ഐറ്റംസ് കാണുന്നതിന് മുമ്പ് ഒരു അനൗൺസ്മെൻ്റ് ഉണ്ട്. നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവരും എയിൻസ് ബുട്ടീക്കിൻ്റെ പേജ് ഫോളോ ചെയ്യുക. എയിൻസ് ബുട്ടീക്കിൽ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം താഴെ കമൻറ്റ് ചെയ്യുക, വീഡിയോസ് ഷെയർ ചെയ്യുക. അതിൽ നിന്ന് സെലക്ട് ചെയ്ത എല്ലാ മാസവും 3 പേർക്ക് വെച്ച് സാരീസ് ഗിഫ്റ്റായിട്ട് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. എല്ലാ സാരീസിനും നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇത് സാരി നമ്പർ 1 ആണ്. അപ്പം ഇതിൻ്റെ കളർ വന്നിരിക്കുന്ന ഒരു വൈൻ പേർപ്പിൾ ടോണിൽ ഇതേപോലെ ഒരു കണ്ടോ ത്രെഡ് വീവ് ഡിസൈനാണ് ഓൾ ഓവർ ദ ബോഡിയിൽ വന്നിരിക്കുന്നത്. എന്നിട്ട് അതിന് നമുക്ക് അതായത് ബോർഡർ ഇതേപോലെ ഒരു ഗ്രീനിഷ് ടോണിൽ വന്നിരിക്കുന്ന ബോർഡർ. അതിൻ്റെ ബോർഡർ ആണെങ്കിൽ ആ ഗ്രീനിഷ് ടോൺ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പിസ്ത ഗ്രീനും ഈ ഒരു പർപ്പിളും കൂടെയൊക്കെ ബ്ലെൻഡ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു കളറാട്ടോ. നല്ല അതിനകത്തും ചെറിയൊരു എംബോസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ബോർഡറിലും വരുമ്പോൾ. പിന്നെ അതിൻ്റെ മുന്താണി വരുമ്പോഴും ഇതേപോലെ തന്നെ ആ ഒരു ഗ്രീനിഷ് ടോൺ. ഇതിനകത്ത് ഈ ഗ്രീനിഷ് ടോൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു വൈൻ പേർപ്പിൾ ത്രെഡും കൂടെ ഇങ്ങോട്ട് ചെറുതായിട്ട് കയറി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എക്സാക്റ്റ് ഇങ്ങനെ ഭയങ്കര ഡാർക്ക് ഗ്രീൻ അങ്ങനത്തെ ഒരു ഷെയ്ഡിലേക്കല്ല ഇത് വരുന്നത്. ഇപ്പോൾ മുന്താണിയുടെ ഡിസൈൻ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അതേപോലെ തന്നെ ബ്ലൗസിൻ്റെ ഡിസൈൻ വരുമ്പോൾ ഇതാണ് ബ്ലൗസ്. ആ ഒരു പർപ്പിൾ ആൻഡ് ഗ്രീൻ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ. എന്നിട്ട് ബോർഡറിൽ ഈ ഒരു ഡിസൈനും കൂടെ വരും. 3950 റേഞ്ചിലാണ് ഈ സാരീസ് വരുന്നത്. ഇത് വളരെ നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരീസാണ്. ലൈറ്റ് വെയിറ്റ് സാരീസ് ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണിത്. പിന്നെ ഇതിനകത്ത് ഒരു കസവിൻ്റെ വർക്കോ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഫംഗ്ഷൻ ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം, അല്ലാതെ ഉപയോഗിക്കാവുന്ന സാരീസാണ്. 3950 സാരി നമ്പർ 1. ഇതിൻ്റെ ബോഡി വരുമ്പോൾ ഫുൾ ബോഡി ഇങ്ങനെയാണ് ബോഡിയിലേക്ക് വരുന്നത് കേട്ടോ. സാരി നമ്പർ 1. അടുത്ത് വരുന്ന സാരി നമ്പർ 2 വരുമ്പോൾ ഒരു ഓറഞ്ച് ടോൺ. ഓറഞ്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്രൈറ്റ് ഓറഞ്ച് ടോൺ അല്ല, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡ്. അതിനകത്ത് ഇതുപോലെ ഒരു ഗ്രീനിഷ് ടോണിലേക്കാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. മുന്താണി ഇങ്ങനെ വരും. ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ നമുക്ക് ആ സെയിം ഇതാണ് ബ്ലൗസ് വരുന്നത്. ഇപ്പം ഗ്രീൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ആ ഒരു ഓറഞ്ചിൻ്റെ ഒരു ടിഞ്ചും കൂടെ കയറി വന്നിട്ട് അങ്ങനെയാണ് മുന്താണിയൊക്കെ വരുന്നത് കേട്ടോ. സാരി നമ്പർ 2 നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ്, എല്ലാവർക്കും ചേരുന്ന ഒരു ഷെയ്ഡാണ് ഇതൊക്കെ. ഓറഞ്ച് ഇങ്ങനെ ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന നമ്മുടെ ആ ഒരു ഓറഞ്ച് ടോൺ അല്ല കേട്ടോ, നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടോൺ. സാരി നമ്പർ 3 നേവി ബ്ലൂ ആൻഡ് ഒരു ഗ്രീൻ കോമ്പിനേഷൻ. സാരി നമ്പർ 3 ഇത് നേവി ബ്ലൂ, ബോഡി നേവി ബ്ലൂ വരും, ബോർഡർ വരുമ്പോൾ ഒരു ഗ്രീനിഷ് ടോൺ. ഇങ്ങനെയാണ് ഫുൾ ബോഡി വരുന്നത്. നല്ല ലൈറ്റ് വെയിറ്റ് ആണ് സാരി. സിൽക്ക് സാരീസാണ്. നമുക്ക് 3950 റേഞ്ചിൽ വരുന്ന സിൽക്ക് സാരീസാണ്. ഇതാണ് അതിൻ്റെ ബ്ലൗസ് ഇങ്ങനെ വരും. മുന്താണി ഞാൻ ആദ്യം കാണിച്ച പോലെ തന്നെ ഇതേപോലെ മുന്താണി ബ്ലൗസ്. ഇതാട്ടോ മുന്താണി വരുന്നത്. ബ്ലൗസ് വരുമ്പോൾ ഇതാണ് ബ്ലൗസ് വരുന്നത്. മാറിപ്പോയി. നല്ല കോമ്പിനേഷൻ അല്ലേ, നേവി ബ്ലൂ ആൻഡ് ഗ്രീൻ. സാരി നമ്പർ 3. സാരി നമ്പർ 4 വരുമ്പോൾ ഒരു പിങ്ക് പേർപ്പിൾ കോമ്പിനേഷൻ. സാരി നമ്പർ 4 സെയിം പാറ്റേൺ. ഒരു പിങ്ക്. സാരി നമ്പർ 5 വരുമ്പോൾ മെറൂൺ ആൻഡ് ഒരു ഗ്രീനിഷ് കോമ്പിനേഷൻ. സാരി നമ്പർ 5 ബോഡി വരുന്നത് ഒരു മെറൂൺ. ഇതിൻ്റെ ഗ്രീൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ഡാർക്ക് ഗ്രീൻ അല്ല കേട്ടോ. ഇതിൻ്റെ ബോർഡർ ഡിസൈൻ ഇതേപോലെയാണ് ബോർഡർ ഡിസൈൻ വന്നിരിക്കുന്നത്. മുന്താണി വരുമ്പോൾ നമുക്ക് ഇതേപോലെ മുന്താണി വരും. ബ്ലൗസ് വരുമ്പോൾ ഇതാണ് ബ്ലൗസിൻ്റെ ഡിസൈൻ വരുന്നത്. സ്ലീവെൻറ്റിൽ ഈ ഒരു ബോർഡറും വരും. സാരി നമ്പർ 5. എക്സാക്റ്റ് മെറൂൺ എന്ന് പറയാൻ പറ്റില്ല അല്ലേ,
ഇതൊരു പിങ്കിൻ്റെ ഒരു ടോണാട്ടോ, മെറൂൺ അല്ല, സോറി, ഒരു പിങ്കിൻ്റെ ഒരു ടോണാണിതും. പെട്ടെന്ന് ആദ്യം എടുത്തിട്ടപ്പോൾ മെറൂൺ പോലെ ഫീൽ ചെയ്തു. അടുത്ത് വരുന്ന 6 ഒരു മസ്റ്റാർഡ് ഗോൾഡൻ യെല്ലോ ആൻഡ് പിങ്ക്. മസ്റ്റാർഡ് ഗോൾഡൻ യെല്ലോ ആൻഡ് പിങ്ക്, സാരി നമ്പർ 6. ബ്ലൗസ് വരുമ്പോൾ ഇതാണ് പിങ്കിൽ വരുന്ന ബ്ലൗസ്, സാരി നമ്പർ 6. ഈ സാരിയൊക്കെ നമുക്ക് ഫംഗ്ഷനും ഉപയോഗിക്കാം. ഇപ്പോൾ ഒരു ഓഫീസ് യൂസ്, ഓഫീസിലൊക്കെ നമുക്കൊരു മീറ്റിംഗ് ഉണ്ട്, ഒരു സ്പെഷ്യൽ ഡേ, അങ്ങനെയൊക്കെ നമുക്ക് ഉടുക്കണമെങ്കിൽ അങ്ങനെ ഉടുക്കാം. ഏത് ഒക്കേഷനും ഉടുക്കാൻ പറ്റുന്ന സാരീസാണ്. സാരി നമ്പർ 7 നേവി ബ്ലൂ ആൻഡ് ഗ്രീൻ. സാരി നമ്പർ 7 നേവി ബ്ലൂ ആൻഡ് ഗ്രീൻ. ബ്ലൗസ് വരുമ്പോൾ ഇതാണ് ബ്ലൗസ് വരുന്നത്. ഇതാണ് ബ്ലൗസിൻ്റെ ഡിസൈൻ വരുന്നത്. അടുത്തത് വരുന്ന 8 വരുമ്പോൾ ഒരു ബ്ലൂ ആൻഡ് ഒരു പേർപ്പിൾ കോമ്പിനേഷൻ. അതിനകത്ത് ആ ബോർഡറൊക്കെ വരുമ്പോൾ അതിനകത്ത് പർപ്പിളും ബ്ലൂവും കൂടെ ബ്ലെൻഡായിട്ടാണ് ആ ബോർഡർ ഡിസൈൻ വരുന്നത്. അതേപോലെ തന്നെ മുന്താണി വരുമ്പോഴും ബ്ലൂവും പർപ്പിളും കൂടെ ബ്ലെൻഡായിട്ട്, അപ്പോൾ ഒരു ഡബിൾ ഷെയ്ഡ് ടോണിലായിരിക്കും നമുക്ക് മുന്താണിയൊക്കെ വരുന്നത്. ബ്ലൗസ് വരുമ്പോഴും അതേപോലെ തന്നെ ഇതാണ് ബ്ലൗസ്, ആ മുന്താണിയുടെ അതേ ഡിസൈനിൽ തന്നെ വന്നിരിക്കുന്ന ബ്ലൗസ്. സാരി നമ്പർ 8 നല്ല ബ്യൂട്ടിഫുൾ ഒരു ബ്ലൂ ആൻഡ് പർപ്പിൾ കോമ്പിനേഷൻ. സാരി നമ്പർ 9 വരുമ്പോൾ മെറൂണാണ് കേട്ടോ. മെറൂൺ ആൻഡ് ഒരു യെല്ലോ, അതായത് ഒരു ഗോൾഡൻ യെല്ലോ, ആ ഒരു ഷെയ്ഡ്. മെറൂൺ ആൻഡ് ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡ്. മുന്താണി വരുമ്പം ഇതിൻ്റെ ബോഡി ഡിസൈൻ ഡിഫറെൻ്റ് ആണ്. ബോഡി ഡിസൈനും ബോർഡർ ഡിസൈനും ഡിഫറെൻ്റ് ആണ്. മുന്താണിയിലേക്കും ആ ഒരു ഡിസൈൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വന്നിരിക്കുന്നു. ബ്ലൗസ് വരുമ്പോൾ ഇതാണ് ബ്ലൗസിൻ്റെ ഡിസൈനും. ഇങ്ങനെയാണ് ബ്ലൗസിൻ്റെ ഡിസൈൻ വരുന്നത്. മെറൂൺ. 10 വരുമ്പോൾ നല്ലൊരു ഒരു ഡാർക്ക് പർപ്പിൾ ആൻഡ് ലൈറ്റ് പർപ്പിൾ കോമ്പിനേഷൻ. ഒരു ബ്രൗൺ പർപ്പിൾ ചേർന്ന പോലുള്ള ഒരു പർപ്പിൾ ടോണാണ്. എന്നിട്ട് ഒരു വൈൻ പിങ്ക് ഒരു വൈൻ പർപ്പിൾ കോമ്പിനേഷനാണ് ബോർഡർ വരുന്നത്. 10. സാരി നമ്പർ 11 വരുമ്പോഴും എഗെയിൻ ഒരു പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ. 11 വരുമ്പോൾ ഇങ്ങനെ വരും, ബോർഡർ ഡിസൈനൊക്കെ ഇങ്ങനെ വരും. ഇതിൻ്റെ ബ്ലൗസിൻ്റെ ഡിസൈൻ വരുമ്പോൾ ആ മുന്താണിയുടെ അതേ ഡിസൈൻ തന്നെയാണ് ബ്ലൗസിന് വന്നിരിക്കുന്നത്. മുന്താണിയുടെ സെയിം ഡിസൈൻ തന്നെ. സാരി നമ്പർ 11. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ സിൽക്ക് സാരീസിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നേ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക. പുതിയ കളക്ഷൻസുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.